الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهدي ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ പ്രപഞ്ച സൃഷ്ടാവായ പടച്ച റബ്ബിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിൽ സൂക്ഷിച്ച് ജീവിക്കണമെന്നും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി ഈമാനും തഖ്വയും കൈവരിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമുക്ക് അനുഗ്രഹിച്ചു നൽകിയ ഒട്ടനവധി അനുഗ്രഹങ്ങൾ, അതിലേറ്റവും സുപ്രധാനമായ ഒരു അനുഗ്രഹമാണ് അള്ളാഹു സംസാരശേഷി എന്ന നിലക്ക് നാവ് എന്ന അനുഗ്രഹത്തെ അള്ളാഹു സമ്മാനിച്ചത്. അള്ളാഹുവിൻ്റെ ഖുർആൻ ആ അനുഗ്രഹത്തെ എടുത്ത് ഓർമ്മപ്പെടുത്തുന്നത് കാണാൻ കഴിയും. ഖുർആനിൻ്റെ ആയത്ത് പരിശോധിച്ചാൽ കാണാം, അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ. ഖുർആൻ എടുത്തു പറഞ്ഞ അനുഗ്രഹങ്ങളാണ്. അലം നജ്അൽ ലഹു ഐനൈൻ, നിങ്ങൾക്ക് നാം രണ്ട് കണ്ണുകളെ പ്രദാനം ചെയ്തില്ലേ. വലിസാനൻ വശഫതൈൻ, രണ്ട് ചുണ്ടുകൾക്കിടയിലുള്ള നിങ്ങൾക്ക് യഥേഷ്ടം സംസാരിക്കാൻ സാധ്യമാകും വിധം അള്ളാഹു ഒരു നാവിനെ സമ്മാനിച്ചിട്ടില്ലേ എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ആ അനുഗ്രഹം വളരെ ഗൗരവത്തിൽ ഏറ്റവും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതും ആ നാവിൻ്റെ വിഷയത്തിലാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചത് കാണാൻ കഴിയും. ഖുർആനിൻ്റെ ആയത്ത് പരിശോധിക്കുമ്പോൾ ഞാൻ ഓതി വച്ച ആയത്തിൽ യാ അയ്യുഹല്ലദീന ആമനു
ഓ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വഖൂലു ഖൗലൻ സദീദ, നിങ്ങൾ ഏറ്റവും നല്ല ചൊവ്വായ വാക്ക്, അള്ളാഹു സമ്മാനിച്ച യഥേഷ്ടം സംസാരിക്കാൻ ശേഷി നൽകിയ അള്ളാഹു തന്നെ ഓർമ്മപ്പെടുത്തിയത്, നിങ്ങൾ സംസാരിക്കുന്നുവെങ്കിൽ ഏറ്റവും നല്ല വർത്തമാനങ്ങളാകണം നിങ്ങൾ പറയേണ്ടത്. നേർക്കുനേരെയുള്ള, വക്രതയില്ലാത്ത, ആളുകളെ പരിഹസിക്കുന്ന, ആളുകളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരിക്കലും പരദൂഷണവും ഗീബത്തും നമീമത്തും പറയുന്ന നാവായി നമ്മളുടെ നാവ് മാറാൻ പാടില്ല എന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഓർമ്മപ്പെടുത്തി. എന്തിനാണ് സഹോദരങ്ങളെ ഖൗലൻ സദീദ്, ഏറ്റവും നല്ല വർത്തമാനം എന്തിന് നിങ്ങൾ പറയണം എന്നത് ഖുർആൻ അതിന് ഉത്തരം നൽകിയത്, യുസ്ലിഹ് ലക്കും അഅമാലക്കും, നിങ്ങളുടെ കർമ്മങ്ങൾ അള്ളാഹു ഏറ്റവും ചൊവ്വാക്കി തരും, നന്നാക്കി തരും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, ജീവിതത്തിൽ എത്ര പാപങ്ങളാണ് നാം ഓരോ നിമിഷവും ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ പാപങ്ങൾ ഓരോന്നോരോന്നായി അള്ളാഹു മായ്ച്ചു തരും, പൊറുത്തു തരും. അതുകൊണ്ട് നിങ്ങൾ ഖൗലൻ സദീദ, അള്ളാഹു സമ്മാനമായി തന്ന, അനുഗ്രഹമായി തന്ന ആ നാവിനെ ദിക്റുകൾ ചെല്ലാൻ, അള്ളാഹുവിനെ സ്മരിക്കാൻ ആ നാവുകൾ ഉപയോഗിക്കണം. ഏറ്റവും നല്ല വർത്തമാനങ്ങൾ പറയണം. അങ്ങനെ നിങ്ങൾ വർത്തമാനങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ കർമ്മങ്ങളെ അള്ളാഹു നന്നാക്കി തരും, നിങ്ങളുടെ പാപങ്ങളെ അള്ളാഹു പൊറുത്തു തരും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിൻ്റെ ആയത്തോതി പഠിപ്പിക്കുകയാണ്. അവിടുന്ന് റസൂലുള്ള പറഞ്ഞു, ഇന്ന ഫിൽ ജന്നതി ഖുറഫ, സ്വർഗത്തെക്കുറിച്ച് റസൂലുള്ള വിവരിക്കുമ്പോൾ അവിടുന്ന് സ്വർഗത്തിലെ റൂമുകളെക്കുറിച്ച് പറഞ്ഞു. സ്വർഗത്തിൽ ചില റൂമുകളുണ്ട്, ദുഹൂറുഹാ മിൻ ബുതൂനിഹാ, അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നോക്കിയാൽ പുറം കാണുന്ന, വ ബുതൂനുഹാ മിൻ ദുഹൂരിഹാ, പുറത്ത് നിന്ന് അകത്തേക്ക് നോക്കിയാൽ ഉള്ളം കാണുന്ന ഒരു തരം റൂമുകൾ സ്വർഗത്തിലുണ്ട് എന്ന് സ്വഹാബത്തിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുമ്പോൾ, ഫഖാമൽ അഅറാബി, ഒരു അഅറാബിയായ മനുഷ്യൻ അവിടുന്ന് എഴുന്നേറ്റ് നിന്നു. ഫഖാല ലിമൻ ഹിയ യാ റസൂലല്ലാഹ്, ആർക്കാണ് റസൂലെ അത്തരത്തിൽ സ്വർഗത്തിലെ ഈ റൂം അള്ളാഹു സമ്മാനിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഖാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിമൻ അതാബൽ കലാം, സംസാരം നന്നാക്കിയവൻ ആരാണോ, ആളുകളെ വേദനിപ്പിക്കാതെ ഏറ്റവും നല്ല വർത്തമാനങ്ങൾ, മര്യാദയുടെ വർത്തമാനങ്ങൾ പറഞ്ഞവൻ ആരാണോ അവനാണ് സ്വർഗത്തിലെ ഈ റൂം അള്ളാഹു സമ്മാനിക്കുന്നത്. വഅത്അമു തആം, മറ്റുള്ളവരെ ഭക്ഷിപ്പിച്ചവൻ ആരാണോ അവർക്കും ഈ റൂമിലേക്ക് പ്രവേശിക്കാൻ കഴിയും. വഅദാമ സിയാം, നോമ്പ് കൃത്യമായി നിർവഹിച്ചവൻ. വസല്ലാ ബില്ലൈൽ വന്നാസു നിയാമൻ, ജനങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സന്ദർഭത്തിൽ ഉണർന്നെഴുന്നേറ്റ് അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നവൻ ആരാണോ അവർക്കൊക്കെ ഈ സ്വർഗത്തിലെ റൂം അള്ളാഹു സമ്മാനമായി നൽകും എന്നത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് കാണാം. അതുകൊണ്ട് അള്ളാഹു സമ്മാനമായി തന്ന, അനുഗ്രഹമായി തന്ന ഈ നാവ് കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കരുത്, മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തരുത്. പരദൂഷണവും നമീമത്തും ഗീബത്തും അതൊന്നും ഒരിക്കലും നിങ്ങൾ പറയരുത്, മറ്റുള്ളവരെ വേദനിപ്പിക്കരുത്. അതൊക്കെ നിങ്ങൾ ചെയ്തു പോയാൽ നിങ്ങളുടെ നന്മകൾ ഓരോന്നോരോന്നായി പൊളിഞ്ഞു പോകും എന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചില്ലേ? അവിടുന്ന് ഒരു കൂട്ടം സ്വഹാബികൾ മദീന പള്ളിയിൽ ഒരുമിച്ചിരിക്കുമ്പോൾ റസൂലിൻ്റെ ചോദ്യമുണ്ട്, മനിൽ മുഫ്ലിസ്, ആരാണ് നിങ്ങളിലെ പാപ്പരായവർ എന്ന് റസൂലുള്ള ചോദിക്കുമ്പോൾ സ്വഹാബികൾക്ക് അറിയാവുന്ന ഉത്തരം അവിടുന്ന് പറഞ്ഞു, മല്ല ദിർഹമ വല ദീനാർ, അള്ളാഹുവിൻ്റെ റസൂലെ ദിർഹമും ദീനാറും ഒരു നയ പൈസയില്ലാത്തവർ ആരാണോ അവരാണ് ഞങ്ങളിലെ പാപ്പരായവർ റസൂലെ എന്ന് പറയുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് കൊടുക്കുന്ന മറുപടിയുണ്ട്, ഞങ്ങൾ എൻ്റെ ഉമ്മത്തിലെ പാപ്പരായവരാരാണ്? നാളെ പരലോകത്ത് നമസ്കരിച്ച്, നോമ്പെടുത്ത്, മറ്റുള്ളവരെ സഹായിച്ച്, ഹജ്ജു ചെയ്ത്, ഉംറ ചെയ്ത്, എല്ലാ നന്മകളുമായി അള്ളാഹുവിൻ്റെ കോടതിയിലേക്ക് വരും. എന്നാൽ ആ നന്മകളൊക്കെ മറ്റുള്ളവർക്ക് വീതം വെച്ചു കൊടുക്കും. അവസാനം ഒരു നന്മയുമില്ലാതെ എല്ലാം നഷ്ടം സംഭവിച്ചവനായി. എന്തേ സംഭവിച്ചത്? മറ്റുള്ളവരെ നാവ് കൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട്, കൈകൊണ്ട് അടിച്ചിട്ടുണ്ട്, ഉപദ്രവിച്ചിട്ടുണ്ട്, പരിഹസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ ഓരോന്നോരോന്നായി മറ്റുള്ളവർക്ക് അള്ളാഹു വീതം വെച്ചു കൊടുക്കും. അവസാനം പാപ്പരായി നരകത്തിലേക്ക് പോകുന്നവനുണ്ട്. അവനാണ് എൻ്റെ ഉമ്മത്തിലെ മുഫ്ലിസായവൻ, പാപ്പരായവൻ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ അവിടുന്ന് പറഞ്ഞു, ഇന്നൽ അബ്ദ യഅതി യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് ഒരു മനുഷ്യൻ അവിടെ ഹാജരാക്കും.
ബിഹിസാബിൻ, ഒരു വിചാരണ എന്നോണം. എന്നിട്ട് എന്താ ചെയ്യുക? അംസാലിൽ ജിബാൽ, പർവ്വത സമാനമായ നന്മകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. ഫയജിദു ഖദ് ഹമ്മത്ഹ, എന്നിട്ട് എല്ലാം പൊളിഞ്ഞു പോകും, എല്ലാം പൊളിഞ്ഞു പോകും. അലൈഹി കുല്ലുഹ, അവൻ്റെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ ഓരോന്നും പരലോകത്ത് വിചാരണയുടെ സമയം നഷ്ടമായി പോകുന്നതിനെക്കുറിച്ചാണ് ഇബ്നു ഖയ്യിം റഹിമഹുല്ല അവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് അവിടുന്ന് സംസാരിച്ചിട്ടുള്ളത്. മറ്റൊന്ന് നമ്മൾ അറിയേണ്ടത്, ജീവിതത്തിൽ പലപ്പോഴും ഈ നാവ് ഉപയോഗിച്ച് ശാപവാക്കുകൾ നമ്മളിങ്ങനെ തൊടുത്തുവിടാറുണ്ട് സഹോദരങ്ങളെ. മറ്റുള്ളവരോട് ദേഷ്യപ്പെടുമ്പോൾ, മറ്റുള്ളവരോട് ഒരുപക്ഷെ കയർത്തു സംസാരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു പോകുന്ന ചില വർത്തമാനങ്ങളുണ്ട്. നീ നശിച്ചു പോകട്ടെ, നിനക്ക് നാശം സംഭവിക്കട്ടെ, അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷ നിനക്കുണ്ടാകട്ടെ എന്നൊക്കെയുള്ള ശാപവാക്കുകൾ പറയും. പരസ്പരം കച്ചവടം നടത്തുന്നവർ, സ്നേഹനിധികളായി ഒരുമിച്ച് വർഷങ്ങളോളം ഒരുമിച്ച് നിന്നവർ കച്ചവടത്തിൽ തെറ്റിപ്പിരിയുമ്പോൾ പിന്നീട് സംസാരിക്കുന്നത് നീ തുലഞ്ഞു പോകട്ടെ, നശിക്കട്ടെ, നിന്റെ ജീവിതത്തിൽ ഒരു ബർക്കത്തും അള്ളാഹുവിൽ നിന്നുണ്ടാകാതിരിക്കട്ടെ എന്നൊക്കെയുള്ള ശാപവാക്കുകൾ തൊടുത്തുവിടുന്ന ആളുകളെ കാണാൻ കഴിയും. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളങ്ങനെ പറയരുത്. മറ്റുള്ളവരോട് ദേഷ്യപ്പെടുമ്പോൾ നീ നശിച്ചു പോകട്ടെ, നിനക്ക് പരാജയം സംഭവിക്കട്ടെ, ഇത്തരത്തിലുള്ള ഒരു ഗുണവും പിടിക്കാതെ പോകട്ടെ എന്ന വർത്തമാനം നിങ്ങൾ പറയരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയത് കാണാൻ കഴിയും. നോക്കൂ സഹോദരങ്ങളെ, സ്ത്രീകളാണ് കൂടുതലായി ഇത്തരത്തിലുള്ള ശാപവാക്കുകൾ കൂടുതലായി ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത്. അൻ അബീ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറഞ്ഞു, ഖാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മഅശറൻ നിസാ, ഓ സ്ത്രീ സമൂഹമേ, തസദ്ദഖ്ന, റസൂൽ സ്ത്രീ സമൂഹത്തെ വിളിച്ച് പ്രത്യേകം ഉണർത്തി. തസദ്ദഖ്ന, നിങ്ങൾ ധാരാളമായി മറ്റുള്ളവർക്ക് സദഖ കൊടുക്കണം. കയ്യിൽ എന്താണോ ഉള്ളത് അതൊക്കെ പാപ്പരായ ആവശ്യപ്പെടുന്ന ആളുകൾക്ക് നിങ്ങൾ സദഖ കൊടുക്കണം. ഫഇന്നി ഉരീതുകുന്ന അക്സറ അഹ്ലൻ നാർ, നരകത്തിൽ കൂടുതലായി കണ്ടത് സ്ത്രീകളെ നിങ്ങളെയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീ സമൂഹത്തെ വിളിച്ചിട്ട് അവിടുന്ന് പറഞ്ഞു, യാ മഅശറൻ നിസാ, ഓ സ്ത്രീ സമൂഹമേ, നരകത്തിലേക്ക് ഞാൻ നോക്കുമ്പോൾ നരകത്തിൽ കൂടുതലായി കണ്ടത് നിങ്ങളെയാണ്. അവിടുന്ന് ഫഖുൽന, ഒരു സ്ത്രീ അവിടുന്ന് എഴുന്നേറ്റ് ചോദിച്ചു, വബിമ യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, എന്തേ നരകത്തിൽ കൂടുതൽ സ്ത്രീകളാകാൻ കാരണം? അവിടുന്ന് റസൂലുള്ള പറഞ്ഞു, തുക്സിർന ലഅന, നിങ്ങൾ ശാപവാക്കുകൾ വർദ്ധിപ്പിച്ചത് കാരണത്താലാണ്. നിങ്ങൾ മറ്റുള്ളവരെ ശപിക്കുന്നത് ഏറെയും സ്ത്രീകളാണ്. ശാപവാക്കുകൾ ധാരാളമായി നിങ്ങൾ ഉരുവിട്ടതുകൊണ്ടാണ് നരകത്തിൽ നിങ്ങൾ എത്തിപ്പെട്ടത്. വതക്ഫുർനൽ അശീറ, ഭർത്താക്കന്മാരോട് നന്ദികേട് കാണിക്കുന്നവരാണ്. എത്ര കൊടുത്താലും, എത്ര വാങ്ങിക്കൊടുത്താലും, എത്ര നന്മ ചെയ്തു കൊടുത്താലും ഏതെങ്കിലും ഒരു നിമിഷം ഒന്ന് തെറ്റിയാൽ പിന്നീട് നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ പിടിച്ചാൽ അത് ഒതുക്കി വെക്കാൻ കഴിയില്ല. അതൊക്കെ നിഷേധിക്കുന്ന, നന്മ നിഷേധിക്കുന്ന സ്ത്രീകളുടെ സ്വഭാവത്തെക്കുറിച്ചാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് സ്ത്രീ സമൂഹമേ ശ്രദ്ധിക്കണം, ശാപവാക്കുകൾ നാവിൽ നിന്ന് ഉയരാൻ പാടില്ല എന്നത് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വളരെ ഗൗരവമേറിയ ചില പരാമർശങ്ങൾ കാണാം. ല യൻബഗീ ലിസുദ്ദീഖിൻ, സത്യസന്ധനായ ഒരു മനുഷ്യന് ഒരിക്കലും പാടുള്ളതല്ല അൻ യകൂനു ലആനൻ, മറ്റുള്ളവരെ ശപിക്കാൻ, ശാപവാക്കുകൾ പറയാൻ ഒരിക്കലും പാടില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു ഹദീസിൽ പറഞ്ഞു, ലാ തുലാഇനു ബിലഅനത്തില്ല, നിനക്ക് അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകട്ടെ എന്നൊരാൾ പറയാൻ പാടില്ല. വലാ ബിഗളബിഹി, അള്ളാഹുവിൻ്റെ കോപം നിന്റെ മേലുണ്ടാകട്ടെ എന്നൊരാൾ പറയാൻ പാടില്ല. വലാ ബിന്നാർ, നീ നരകത്തിൽ എത്തിപ്പെടട്ടെ എന്ന വാക്കൊന്നും ഒരാളും പറയരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ലൈസൽ മുഅ്മിൻ ബിദ്ദഗാൻ, അധിക്ഷേപം പറയുന്നവനല്ല സത്യവിശ്വാസി. ഒരിക്കലും ഒരാളെയും അധിക്ഷേപിച്ച് സംസാരിക്കരുത്. വലൽ ലആൻ, നിങ്ങൾ ശാപവാക്കുകൾ നിങ്ങൾ പറയരുത്. വലൽ ഫാഹിഷ്, അസഭ്യവർഷം നടത്തരുത്. വലാ ബിൽ ബദീ, അശ്ലീലം പറയരുത്. സഹോദരങ്ങളെ, ഇതൊക്കെ ഗൗരവമാണ്. ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ പരസ്പരം സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പലപ്പോഴും തെറ്റിപ്പിരിയുമ്പോൾ എത്ര ചീത്ത വാക്കുകൾ, എത്ര മോശം പിടിച്ച വാക്കുകൾ നമ്മളൊക്കെ പറഞ്ഞു പോകാറുണ്ട്. അതല്ലെങ്കിൽ കൂട്ടുകൂടുമ്പോൾ, ചങ്ങാതിമാർ ഒരുമിച്ച് കൂടുമ്പോൾ
പരിഹസിച്ച് പരസ്പരം സംസാരിക്കാൻ, ഒന്ന് സന്തോഷിക്കാൻ എന്തൊക്കെയാ പറഞ്ഞു കൂട്ടാറുള്ളത്? അശ്ലീലങ്ങൾ പറഞ്ഞ് അതിലൊക്കെ തമാശ കാണുന്ന എത്ര മനുഷ്യന്മാരെ കാണാൻ കഴിയും. അതുകൊണ്ട് റസൂലുള്ള ഓർമ്മപ്പെടുത്തി, നിങ്ങൾ പറയരുത്, അശ്ലീലം പറയരുത്, വൃത്തികെട്ട വാക്കുകൾ നിങ്ങളുടെ നാവിൽ നിന്ന് ഉതിർന്ന് വീഴാൻ പാടില്ല എന്നതൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. പലതിനെയും ശപിക്കുമ്പോൾ നമ്മൾ ഗൗരവത്തിൽ കാണേണ്ടുന്നത്, നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പല വസ്തുക്കളെയും നമ്മൾ ശപിച്ചു പോകാറുണ്ട്. നമ്മളൊരു പക്ഷേ ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ട് കുറേ കാലം ആഗ്രഹിച്ചിരുന്ന് ഒരു കാറെടുത്തു. കാറിന് എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കുമ്പോൾ, വഴിയിൽ ബ്രേക്ക് ഡൗൺ ആകുമ്പോൾ, നശിച്ച കാറ് പറയാത്തവരാരാണ് സഹോദരങ്ങളെ? നശിച്ച കാറ്. നമ്മളുടെ വീട്ടിൽ വളർത്തുന്ന എത്രയെത്ര മൃഗങ്ങളുണ്ട്, പക്ഷി മൃഗാദികളുണ്ട്. നാശം പിടിച്ച കോഴിയെന്നും നാശം പിടിച്ച പശുവെന്നും നാശം പിടിച്ച ആടെന്നും അങ്ങനെയൊക്കെയുള്ള സംസാരം നടത്തുന്നവരെ നമുക്ക് കാണാൻ കഴിയും. എന്തിന്? നമ്മളുടെ രക്തത്തിൽ പിറന്ന നമ്മളുടെ മക്കൾ എന്തെങ്കിലും ഒരു കുഴപ്പം കാണിച്ചു പോയാൽ, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, എന്തു ചെയ്താലും പെട്ടെന്ന് ഉമ്മാൻ്റെ നാവിൽ നിന്ന് നീ നശിച്ചു പോകട്ടെ എന്ന വാക്ക് പറയുന്ന എത്ര ഉമ്മമാരെ കാണാൻ കഴിയും, എത്ര വാപ്പമാരെ കാണാൻ കഴിയും. പറഞ്ഞിട്ട് കേൾക്കാത്തപ്പോൾ ശാപവാക്കുകൾ തുരുത്തുവിടുന്ന എത്ര ഉമ്മമാരും വാപ്പമാരുമുണ്ട്. സഹോദരങ്ങളെ, അതിൻ്റെ ഗൗരവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് കാണാം. പ്രവാചകൻ്റെ കാലത്തു നടന്നൊരു സംഭവം. ബൈനമാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ബഅദി അസ്ഫാരി, റസൂലുള്ള ഒരു യാത്ര ചെയ്യാണ്. ആ യാത്രാ മധ്യേ വംറഅത മിനൽ അൻസാർ അല നാഖത്തിൻ, ഒരു ഒട്ടകത്തിൻ്റെ മുകളിൽ ഒരു സ്ത്രീ, അൻസാരികളിൽപ്പെട്ട ഒരു സ്ത്രീ ഇങ്ങനെ ഒട്ടകത്തിൻ്റെ മുകളിൽ സഞ്ചരിച്ചു വരികയാണ്. വഴിയിലെത്തുന്ന സമയം ഫലജറത് ഫലഅനതഹ, ആ ഒട്ടകം ഒരു അലസത കാണിച്ചു. ആ സന്ദർഭത്തിൽ അവർ അതിനെ ശപിച്ചു. നാശം പിടിച്ച ഒട്ടകം എന്ന വാക്ക് അവർ ഉരുവിട്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫസമിഅ ദാലിക റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ വാക്ക്, അവിടുന്ന് ആ സ്ത്രീ ഉദ്ധരിച്ച വാക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാതുകളിലേക്ക് എത്തി. റസൂലുള്ള പറഞ്ഞു, ഖുദൂഹ മഅലൈഹ, നിങ്ങളുടെ ഭാണ്ഡക്കെട്ടുകൾ ആ ഒട്ടകത്തിൻ്റെ മുകളിൽ നിന്ന് നിങ്ങൾ എടുക്കണം. എന്തൊക്കെ സാമഗ്രികളുണ്ടോ അതെല്ലാം എടുത്തേക്കണം. വദഊഹ, ആ ഒട്ടകത്തെ നിങ്ങൾ ഉപേക്ഷിക്കണം. ഇനി ഒട്ടകത്തെ ഉപയോഗിക്കാൻ പാടില്ല. നോക്കണം, ശാപവാക്ക് പറഞ്ഞപ്പോൾ ഉപയോഗിച്ച സ്വന്തം ഒട്ടകത്തെ ഇനി നിൻ്റെതല്ല, നീ ഉപയോഗിക്കാൻ പാടില്ല, അതിനെ ഉപേക്ഷിക്കണം എന്ന് റസൂലുള്ള പറയാണ്. ഫഇന്നഹ മൽഊന, അതിന് ശാപമേറ്റിട്ടുണ്ട്. സഹോദരങ്ങളെ, നമ്മളുടെ മക്കളെ, നമ്മൾ ഉപയോഗിക്കുന്ന വാഹനത്തെ, നമ്മളുടെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളെ നമ്മൾ എത്ര കണ്ട് ഉപേക്ഷിക്കേണ്ടി വരും? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാക്കാണ്. അവിടുന്ന് വഹയിൻ്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ള പറഞ്ഞു, ശാപവാക്കുകൾ പറയരുത്. സ്വന്തം മക്കൾക്കെതിരെ ശാപവാക്കുകൾ പറഞ്ഞാൽ മക്കൾ നമ്മളുടേതല്ലാതായിത്തീരും. ഗൗരവമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന വാഹനം അത് നാശം പിടിച്ചൊരു വാഹനമെന്നൊക്കെ പറഞ്ഞ് ഒരുപക്ഷെ പോയാൽ വാഹനം നമ്മളുടേതല്ല. ഇതൊക്കെ ഇസ്ലാമാണ്, ഇത് ഗൗരവമാണ്. ഇതൊന്നും തമാശക്കല്ലല്ലോ അവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ചിലർ സ്വന്തത്തിനെതിരെ, സ്വന്തം മക്കൾക്കെതിരെ ശാപവാക്കുകൾ പറയും. എറിയപ്പെട്ട ഒരു കല്ല് തിരിച്ചെടുക്കാൻ കഴിയാത്തതുപോലെ ഗൗരവപ്പെട്ടതാണ് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് ശാപവാക്കുകൾ കൊണ്ട് കളിക്കരുത് എന്നത് അവിടുന്ന് പഠിപ്പിച്ചത് കാണാൻ കഴിയും. നോക്കൂ, പലപ്പോഴും അള്ളാഹുവിൻ്റെ ഈ പ്രപഞ്ച പ്രതിഭാസങ്ങളെപ്പോലും നമ്മൾ ശാപമായി കാണാറുണ്ട്. കാറ്റിനെയും മഴയും ചൂടിനെയും തണുപ്പിനെയും കാലത്തെയും ദിവസത്തെയും ഒക്കെ ശപിക്കുന്നതുണ്ട്. അങ്ങനൊക്കെ ശാപവാക്കുകൾ പറയും. ഇന്നത്തെ ദിവസം ശരിയായിട്ടില്ല, നാശം പിടിച്ച ദിവസമാണ്. അങ്ങനെ ഓരോന്നിനെയും, ഒരു മഴ വന്നു പോയാൽ, നമ്മളെന്തെങ്കിലും ഒരാവശ്യത്തിന് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാകുന്ന മഴ അത് ചൊരിയുമ്പോൾ, നമുക്ക് യാത്ര തടസ്സമാകുമ്പോൾ നാശം പിടിച്ച മഴ എന്നൊക്കെ പറഞ്ഞു പോകാറുണ്ട്. നോക്കണം, അവിടുന്ന് റസൂലുള്ള ഒരിക്കൽ ഒരു കാറ്റടിച്ച് തൻ്റെ തട്ടം പാറിപ്പോകുന്ന സന്ദർഭത്തിൽ അവിടുന്ന് റസൂലുള്ള പറയാണ്, ഫഖാല റസൂലുള്ളാഹി ലാ തൽഅൻഹ, നിങ്ങൾ കാറ്റിനെ ശപിക്കരുത്. കാറ്റിനെ ശപിച്ച മനുഷ്യനോട് അള്ളാഹുവിൻ്റെ റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ കാറ്റിനെ ശപിക്കരുത്. ഫഇന്നഹ മഅ്മൂറ, അതിനൊരു കൽപ്പന അള്ളാഹു കൊടുത്തിട്ടുണ്ട്. റബ്ബിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് കാറ്റിൻ്റെ സഞ്ചാരം. അതുകൊണ്ട് കാറ്റിനെ പഴി പറയരുത്, ശപിക്കരുത്. വഇന്നഹു മൻ ലഅന ശൈഅൻ, ആരെങ്കിലും ഒരുവൻ അത്തരത്തിൽ അള്ളാഹുവിൻ്റെ ഈ പ്രപഞ്ച പ്രതിഭാസങ്ങളെ ആരെങ്കിലും ശപിച്ചാൽ ബിഅഹ്ലിൻ റജഅത്തിൽ ലഅന അലൈഹി, ആ ശാപം അവനിലേക്ക് തന്നെ മടങ്ങി വരും.
എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നത്. എത്ര ശാപവാക്കുകൾ ഇത്തരത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങൾ നമുക്കൊരു പക്ഷേ ശാപവാക്കുകളിലൂടെ ഇത്തരം സംസാരങ്ങൾ നടത്തുമ്പോൾ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ശപിച്ചത് ആ ശാപമേൽക്കാതെ നമ്മിലേക്ക് തന്നെ തിരിച്ചു വരുന്നതിനെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മറ്റൊന്നുകൂടി സൂചിപ്പിക്കാനുള്ളത്, ചിലർ മാതാപിതാക്കളെ ശപിക്കും. അവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, ഇന്ന മിൻ അക്ബരിൽ കബായിർ, നിങ്ങൾ വൻപാപങ്ങൾ അതിനെ നിങ്ങൾ സൂക്ഷിക്കണം. അൻ യൽഅന റജുലു വാലിദൈഹി, വൻപാപങ്ങളിൽപ്പെട്ട ഒന്നായിട്ടാണ് റസൂലുള്ള പറഞ്ഞത്. സ്വന്തം മാതാപിതാക്കളെ ശപിക്കുന്നത് വൻപാപമാണ് എന്ന് റസൂലുള്ള പറഞ്ഞപ്പോൾ അവിടുന്ന് ചോദിക്കുകയാണ്, ഖീല യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, വകൈഫ യൽഅനു റജുലു വാലിദൈഹി, എങ്ങനെയാണ് ഒരാൾ സ്വന്തം മാതാപിതാക്കളെ ശപിക്കുന്നത്, എങ്ങനെയാണ് ദ്രോഹിക്കുന്നത് എന്ന് റസൂലിനോട് ചോദിക്കുമ്പോൾ റസൂലുള്ള പറഞ്ഞു, യസുബ്ബു റജുൽ അബർ റജുൽ, ഒരുവൻ്റെ വാപ്പയെ അധിക്ഷേപിക്കും, ചീത്ത പറയും. ആ സന്ദർഭത്തിൽ എന്താ സംഭവിക്കുക? ഫയസുബ്ബു അബാഹു വയസുബ്ബു ഉമ്മുഹു, കേട്ടവൻ തിരിച്ച് അവൻ്റെ വാപ്പയെയും ഉമ്മയെയും തെറി പറയും, അധിക്ഷേപിക്കും. അപ്പോൾ സ്വന്തം വാപ്പയെ ചീത്ത വിളിച്ചതുപോലെ എന്ന് റസൂലുള്ള പഠിപ്പിക്കുകയാണ്. എത്ര സന്ദർഭങ്ങളിൽ ഇത്തരം സംസാരങ്ങൾ നമ്മിൽ നിന്ന് വന്നുപോയിട്ടുണ്ട്. നമ്മളുടെ ഉമ്മയെ ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ, നമ്മളുടെ ഉപ്പയെ ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ തിരിച്ചു തെറി പറയാനല്ല ഇസ്ലാം പഠിപ്പിച്ചത്. അങ്ങനെ ഒരാൾ തെറി പറഞ്ഞാൽ, അധിക്ഷേപിച്ചാൽ സ്വന്തം ഉപ്പയെ ചീത്ത പറഞ്ഞവനാണ്, സ്വന്തം ഉമ്മയെ ചീത്ത പറഞ്ഞവനാണ്. ഇത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാക്കാണ്. അതുകൊണ്ട് വാപ്പയോട് ചെയ്യുന്ന, ഉമ്മയോട് ചെയ്യുന്ന ഏറ്റവും വലിയ കുറ്റമാണ്, കബായിറാണ്, വൻപാപമാണ് സ്വന്തം വാപ്പയെ ചീത്ത പറയുക എന്നുള്ളത്. അതുകൊണ്ട് ആക്ഷേപിക്കപ്പെട്ടയാൾ അവനിലേക്കൊക്കെ തിരിച്ചു വരുമെന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് പലപ്പോഴും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലൊക്കെ ഇത്തരം ആക്ഷേപവാക്കുകൾ അതല്ലെങ്കിൽ ശാപവാക്കുകൾ പറയുന്നത് കാണാൻ കഴിയും. ഞാനൊക്കെ ജീവിച്ചു മടുത്തു എന്ന് പലപ്പോഴും ഭർത്താവിനോട് ഭാര്യമാർ എന്തെങ്കിലും ഒന്ന് പിണങ്ങിക്കഴിഞ്ഞാൽ, പിന്നീട് നിങ്ങളോടൊപ്പം ജീവിച്ചതാണ് എനിക്ക് ശാപവും നാശവും ഒക്കെ ഉണ്ടായിട്ടുള്ളത്, ഞാൻ ജീവിതം മടുത്തു, ഇനി ഡൈവോഴ്സ് മതി, ഇനി നിങ്ങളോടൊപ്പം എനിക്ക് ജീവിക്കേണ്ടതില്ല. എത്ര നിസ്സാരമായ പ്രശ്നങ്ങൾക്കാണ് ഇത്ര വലിയ പാതകമാണ് സ്ത്രീ സമൂഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും പറയാൻ പാടില്ല. ശാപവാക്കുകൾ സ്വന്തത്തിലേക്ക് വരും. പിന്നീട് അള്ളാഹുവിൻ്റെ ബർക്കത്ത് ജീവിതത്തിൽ നിന്ന് നഷ്ടാവും. അതുകൊണ്ട് ഗൗരവപ്പെട്ട ചില ഓർമ്മപ്പെടുത്തലുകളാണ്. എത്രത്തോളം ജീവിതത്തിൽ നമ്മളിതൊക്കെ നിസ്സാരമായി കാണുന്നവരാണ്. ജീവിതത്തിലുണ്ടാകുന്ന ദേഷ്യവും കോപവും അതൊക്കെ പിടിച്ചു നിർത്താൻ സഹോദരങ്ങളെ കഴിയണം. അതല്ലെങ്കിൽ ഇത്തരം വാക്കുകൾ പല സന്ദർഭങ്ങളിലും നമ്മളൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്താൻ, തൗബ നടത്താൻ, പാപമോചന പ്രാർത്ഥന നടത്താൻ വിശ്വാസികളെന്ന നിലക്ക് നമുക്ക് സാധിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അദീം ലി വലക്കും ഇന്നഹു ഹുവൽ ഗഫൂർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ശൂറ അതിൽ 36 മുതൽ 37, 38 വചനങ്ങളിൽ യഥാർത്ഥ സത്യവിശ്വാസികൾ ആരാണ് എന്നത് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിലെ ചില വിശേഷണങ്ങളായി ഖുർആൻ പറഞ്ഞത് ലില്ലദീന ആമനു, അവർ അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ്. അവരുടെ വിശ്വാസത്തിൽ കറപുരളാത്ത ഒറിജിനൽ വിശ്വാസികൾ. തത്മഇന്നുൽ ഖുലൂബ്, അവരുടെ മനസ്സിൽ ഈമാൻ കൊണ്ടു നടക്കുന്ന ആളുകളാണ്, ഒറിജിനൽ വിശ്വാസികളാണ്. രണ്ടാമതായി പറഞ്ഞു വഅലാ റബ്ബിഹിം യതവക്കലൂൻ, എത്ര പ്രതിസന്ധികളും പ്രയാസങ്ങളും ജീവിതത്തിൽ വന്നാലും അവർ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കും. എനിക്കെൻ്റെ റബ്ബ് മതി എന്ന നിലക്ക് ഉറച്ചു നിൽക്കുന്നവരാണ്. മൂന്നാമതായി പറഞ്ഞു വല്ലദീന യജ്തനിബൂനൽ കബായിർ ബിൽ ഇസ്മി വൽ ഫവാഹിഷ്, വൻപാപങ്ങളിൽ നിന്ന് അതിനെ പാടെ ഉപേക്ഷിക്കുന്നവരാണ്. ബിൽ ഇസ്മി വൽ ഉദ്വാൻ, പാപങ്ങളും
മ്ലേച്ഛമായ കാര്യങ്ങളും ജീവിതത്തിൽ വരുന്നതിനെ ശ്രദ്ധിക്കുന്നവരാണ്. പലപ്പോഴും ജീവിതത്തിൻ്റെ രഹസ്യ ജീവിതം അതിലൊക്കെ തിന്മകൾ നിറഞ്ഞ ജീവിതമായി തീരാറുണ്ട്. ഫവാഹിഷ്, മ്ലേച്ഛമായ കാര്യങ്ങൾ, അള്ളാഹു വിലക്കിയത്, അള്ളാഹു ഹറാമാക്കിയത്, അതൊക്കെ ജീവിതത്തിലേക്ക് വന്നു പോകും. എന്നാൽ അതിനെ വർജിക്കുന്നവനാരാണോ അവനാണ് യഥാർത്ഥ വിശ്വാസി എന്നത് ഖുർആൻ പറഞ്ഞു. നാലാമതായി പറഞ്ഞു വഇദാ മാ ഗളിബൂഹും, അവർ അവരുടെ ജീവിതത്തിൽ കോപവും ദേഷ്യവും ഉണ്ടാകുമ്പോൾ അതിനെ പിടിച്ചു നിർത്തും. വയഗ്ഫിറൂൻ, മറ്റുള്ളവർക്ക് മാപ്പ് നൽകും, പുറത്തു കൊടുക്കും, വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. ആറാമതായി പറഞ്ഞു വല്ലദീനിസ്തജാബൂ ലിറബ്ബിഹിം, അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം കൊടുക്കുന്നവനാണ്. അള്ളാഹുവിൻ്റെ ഖുർആനും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും എന്താണോ പഠിപ്പിച്ചത് അത് അവൻ്റെ ജീവിതത്തിലുണ്ടാകും. ജീവിതത്തിൽ കൃത്യമായി അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുന്നവൻ ആരാണോ അവനാണ് യഥാർത്ഥ വിശ്വാസി. വഅഖാമുസ്സലാ, കൃത്യമായി നമസ്കാരം നിലനിർത്തുന്നവരാണ്. 5 നേരവും അള്ളാഹുവിൻ്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി കേട്ടാൽ അതിന് ഉത്തരം ചെയ്യാൻ ഞാൻ സന്നദ്ധനാണ് റബ്ബേ. വഅഖാമുസ്സല, കൃത്യമായി നമസ്കാരം നിർവഹിക്കും. തോന്നുമ്പോഴല്ല, എപ്പോഴെങ്കിലും നമസ്കാരം നിർവഹിച്ചിട്ട് അതിൽ ആനന്ദം കൊള്ളുന്ന ആളുകളുണ്ട്. എന്നാൽ ഖുർആൻ പറഞ്ഞത് ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, സമയനിർണിതമായ ഒരു ഇബാദത്താണ്. കൃത്യമായി നിസ്കരിക്കാൻ സഹോദരങ്ങളെ സാധിക്കണം. ഏഴാമത്തത് പറഞ്ഞു വഅംറുഹും ശൂറാ ബൈനഹും, അവരുടെ കാര്യങ്ങളിൽ കൂടിയാലോചന നടത്തുന്നവരാണ്. കൂടിയാലോചനയിൽ വലിയ ബർക്കത്തുണ്ട്. നമ്മുടെ കുടുംബപരമായ, ദീനീപരമായ, നമ്മുടെ കച്ചവട സംബന്ധമായ കാര്യങ്ങളിലൊക്കെ വഅംറുഹും ശൂറാ ബൈനഹും, അവർ കൂടിയാലോചന നടത്തും. അതിലൊരു ഖൈറുണ്ട്. അതിൽ ഏറ്റവും നല്ലതിനെ തിരഞ്ഞെടുക്കാൻ കഴിയും. അതിൽ അള്ളാഹുവിൻ്റെ ബർക്കത്തുണ്ടാകും. അതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി. അതുകൊണ്ട് കൂടിയാലോചനയിൽ ശ്രദ്ധ കൊടുക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. എട്ടാമത് പറഞ്ഞു വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നാം അവർക്ക് കൊടുത്ത സമ്പത്തിൽ നിന്ന് അവർ യഥേഷ്ടം ചിലവഴിക്കുന്നവരാണ്. സമ്പത്തിൻ്റെ കസ്റ്റോഡിയൻ അള്ളാഹുവാണ്. സമ്പത്ത് എൻ്റെ കഴിവും എൻ്റെ ബുദ്ധിയും എൻ്റെ ശേഷിയും കൊണ്ടാണ് ഞാനിങ്ങനെ വാരിക്കൂട്ടിയത് എന്നൊക്കെ അഹങ്കരിക്കുന്നുവെങ്കിൽ അഹങ്കാരം ശരിയല്ല. മറിച്ച് ഖുർആൻ പറഞ്ഞത് വമിമ്മാ റസഖ്നാഹും, നാമാണ് അവർക്ക് സമ്പത്തിനെ നൽകിയത്. അള്ളാഹുവിന് എപ്പോഴും കൊടുത്ത സമ്പത്തിനെ തിരിച്ചെടുക്കാൻ കഴിയും, അതിനെ പിടിച്ചു വെക്കാൻ കഴിയും. അതുകൊണ്ട് സമ്പത്തു നൽകിയ അള്ളാഹു തന്നെ ആ സമ്പത്ത് നമ്മളെ ഏൽപ്പിച്ചപ്പോൾ അതിൽ കൃത്യമായി ചിലവഴിക്കുന്നവർ, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് കൊടുക്കുന്നവർ, അവർക്ക് വമ്പിച്ച പുണ്യമുണ്ടെന്നും അവർക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുമെന്നൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ ദിവസവും 2 മലക്കുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് കൊടുക്കുന്നവൻ അള്ളാഹുവെ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ, പിശുക്ക് കാണിക്കുന്നവന് അള്ളാഹുവെ നീ പിടിച്ചു വെക്കണേ എന്ന് മലക്കുകൾ പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് യഥേഷ്ടം അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് കൊടുക്കാൻ കഴിയണം. നമ്മൾ വിശ്വാസികളാണെങ്കിൽ, നമ്മൾ അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ കരുത്ത് സഹോദരങ്ങളെ, ജീവിത പ്രമാണം അള്ളാഹുവിൻ്റെ ഖുർആനാണ്. ആ ഖുർആൻ മരിക്കും വരെ അഹ്ലുൽ ഖുർആനിൻ്റെ ആളുകളായി മുന്നോട്ട് പോകാൻ സഹോദരങ്ങളെ കഴിയണം. നമ്മൾ ഈ തൊട്ടടുത്ത നിമിഷം അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം ചെയ്ത് റബ്ബിലേക്ക് യാത്രയായാൽ നമ്മളെ കൊണ്ടുവെക്കുന്ന ഖബറിലെ ചോദ്യം നിൻ്റെ ഇമാമാര് എന്നതാണ്. അവിടെ ഖുർആനു ഇമാമി, എൻ്റെ ഇമാം ഖുർആനാണെന്ന് പറയാൻ സഹോദരങ്ങളെ മനസ്സിൽ തട്ടി അള്ളാഹുവിനോട് മലക്കുകളുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയൂ? എത്ര ഖുർആൻ പഠിച്ചിട്ടുണ്ട്, എത്ര ആയത്തുകൾ നമുക്കറിയും? ഖുർആനിലെ 114 അധ്യായങ്ങൾ പൂർണ്ണമായി ഒന്ന് വായിക്കാൻ, അതിൻ്റെ അർത്ഥം പഠിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മൾ എത്രയോ തവണ ഈ മിമ്പറിൽ വെച്ചു തന്നെ ഖുർആൻ പഠനത്തിൻ്റെ പ്രാധാന്യം, ലോകത്തെ ഏറ്റവും ഉത്കൃഷ്ട മനുഷ്യരാരാണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞപ്പോഴും ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ലോകത്തെ ഏറ്റവും ഉത്കൃഷ്ട മനുഷ്യർ എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചു. എത്ര സമയം ഖുർആൻ പഠിക്കാൻ നമ്മൾ ചെലവഴിക്കാറുണ്ട്? ഖുർആനിൻ്റെ ആയത്തുകൾ ഓതാൻ ജീവിതത്തിൽ എത്ര സമയം നമ്മൾ ചെലവഴിച്ചിട്ടുണ്ട്? സഹോദരങ്ങളെ, ഖുർആൻ നമ്മളുടെ അടിസ്ഥാന വിശ്വാസ പ്രമാണം, അതിലൊന്നാമത്തത് ഖുർആനാണ്. ആ ഖുർആൻ മുറുകെ പിടിച്ച് ജീവിക്കാൻ നമ്മളുടെ ഈ പള്ളിയിൽ ഖുർആൻ പഠിക്കാനുള്ള വ്യവസ്ഥാപിതമായ സംവിധാനം,
എല്ലാ വെള്ളിയാഴ്ചയും മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷമുണ്ട്. വളരെ കുറഞ്ഞ സമയമാണ്, ഒരു 35-40 മിനിറ്റ് മാത്രമാണുള്ളത്. ആ സമയം ആഴ്ചയിലെ ഒരു ചുരുങ്ങിയ സമയം ഒന്ന് അള്ളാഹുവിൻ്റെ കലാമ് പഠിക്കാൻ സമയം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ ഉത്തരം പറയാൻ പ്രയാസപ്പെടും. മലക്കുകളുടെ ചോദ്യത്തിന് കൃത്യമായി ഉത്തരം കൊടുക്കാൻ കഴിയാതെ വരും. സഹോദരങ്ങളെ, നമുക്ക് കരുത്തും നമുക്ക് വെളിച്ചവും അള്ളാഹുവിൻ്റെ ഖുർആനാണ്. ഈ ഖുർആൻ സംസാരിക്കും. സൂറത്തുൽ ബഖറയും സൂറ ആലി ഇമ്രാനും നാളെ ഖബറിൽ നമുക്ക് വേണ്ടി വാദിക്കുമെന്നത് ലോകത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു. അത്ഭുതപ്പെടും. നമുക്ക് വെളിച്ചമായി സഹായമായി ഖുർആൻ നമുക്ക് വേണ്ടി വാദിക്കാണ്. അപ്പോൾ അത്തരത്തിലൊരവസ്ഥ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ മരണം വരെ ഖുർആൻ മുറുകെ പിടിച്ച് ജീവിക്കാൻ സഹോദരങ്ങളെ കഴിയണം. എന്തുകൊണ്ട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കുഫറും ബിദഅത്തും ഖുറാഫത്തും വ്യാപിച്ചു എന്ന് ചോദിച്ചാൽ മുസ്ലിം സമൂഹം ഈ ഖുർആനിൽ നിന്ന് അകന്നുപോയി. ഖുർആൻ പഠിക്കേണ്ടതുപോലെ അവർ പഠിക്കുന്നില്ല. അതുകൊണ്ട് തആഹദൂ ഹാദൽ ഖുർആൻ, ഈ ഖുർആൻ നിങ്ങൾ മുറുകെ പിടിക്കണം. അത് റസൂലുള്ളാഹിയുടെ കൽപ്പനയാണ്. മരണം വരെ ഖുർആനിൻ്റെ ആളുകളാകണം. അവർക്കാണ് പരലോകത്ത് ഉന്നത വിജയമുള്ളത്. അവർക്കാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു കണ്ണും കാണാത്ത ഒരു കാതും കേട്ടിട്ടില്ലാത്ത സ്വർഗത്തെ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ സ്വർഗം നേടാൻ നാം പരിശ്രമിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൽ ചെയ്തു പോയ ചെറുതും വലുതുമായ പാപങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നാം ഏവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. മരണത്തിൻ്റെ സമയം കലിമത്തു ഷഹാദ ഉച്ചരിച്ച് മരിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹുവേ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളിലെ രോഗികളായിട്ടുള്ള ആളുകൾക്ക് അല്ലാഹുവേ നീ ആജിലായ ശിഫ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക്, ഉറ്റബന്ധുക്കൾക്ക്, ആദർശ സഹോദരങ്ങൾക്ക് അല്ലാഹുവേ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യണേ റഹ്മാനെ. മരണം വരെ ഖുർആൻ പഠിക്കുവാനുള്ള തൗഫീഖ് നാദ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബ ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ഇന്നനാ ആമന്നാ فاغفر لنا ذنوبنا وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.